ആക്ച്വലി ഇതൊരു റിലേഷൻഷിപ്പ് പ്രോബ്ലം അല്ല, എല്ലാ പേരൻസും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ചലഞ്ചാണ്. കുട്ടികളുണ്ടായതിനു ശേഷം പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് സഡൻലി ചേഞ്ച് ആയ പോലെ തോന്നിയിട്ടുണ്ടോ? പാർട്ട്ണർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിലും ഇമോഷണലി ഡിസ്റ്റൻ്റ് ആയിട്ട് തോന്നും. ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്നും പറ്റാത്ത പോലെ. വഴക്കൊന്നുമല്ല, പക്ഷെ എന്തോ മിസ്സിങ് ആയ ഒരു ഫീൽ. സ്നേഹം കുറഞ്ഞു പോയതാണോ എന്ന് പോലും ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും. ശരിക്കും ഇത് സ്നേഹം കുറഞ്ഞതല്ല, നമ്മുടെ എനർജി കുറഞ്ഞതാണ്. പേരൻസ് ആയി കഴിയുമ്പോൾ നമ്മുടെ കോൺവെർസേഷൻസ് തന്നെ എങ്ങനെ മാറിപ്പോകുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടി ഉറങ്ങിയോ? നാളെ ലഞ്ചിന് എന്ത് പാക്ക് ചെയ്യും? സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നോ? അങ്ങനെ എല്ലാം കിഡ്സ് സെൻട്രിക് അല്ലേ? ഒരു സ്റ്റഡി പറയുന്നത് കിഡ്സ് ഉണ്ടായിക്കഴിഞ്ഞ് കപ്പിൾസ് സംസാരിക്കുന്നതിൻ്റെ 70 to 80% ലോജിസ്റ്റിക്സ് മാത്രമാണെന്നാണ്. ഇതിന് ശരിക്കും ഒരു കോൺവെർസേഷൻ എന്ന് പറയാൻ പറ്റുമോ? എനിക്കിതൊരു മാനേജ്മെൻറ്റ് മീറ്റിംഗ് പോലെയാണ് തോന്നുന്നത്. ഓഫ് കോഴ്സ് ഇതൊക്കെ നെസസിറ്റീസ് ആണ്, പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ നീ ഓക്കെ ആണോ, ഹാപ്പി ആണോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പോലും ഇല്ലാതായി പോകുന്നുണ്ട്. നമ്മുടെ തോട്ട്സും ഫീലിങ്സും ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു എഫേർട്ട് പോലും പതിയെ കുറഞ്ഞു പോകുന്നുണ്ട്. ശരിക്കും ഇവിടെ നിന്നാണ് ഇമോഷണൽ ഡിസ്റ്റൻസ് സൈലൻ്റ്ലി തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ കപ്പിൾസ് അകന്നു പോകുന്നത് അവർ ഫൈറ്റ് ചെയ്യുമ്പോഴല്ല, ഒരാൾ മറ്റേ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് നിർത്തുമ്പോഴാണ്. ഫൈറ്റ് ഇല്ലെങ്കിൽ അവിടെ റിപ്പയർ ഇല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് പതിയെ ഡാമേജ് ആവും. ഇതൊരിക്കലും പാർട്ട്ണറിനോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതല്ല, നമ്മൾ ഈ പേരൻറ്ഹുഡ് റോൾസിൽ സ്റ്റക്കായി പോകുന്നതാണ്. ഫാദർ, മദർ, പ്രൊവൈഡർ, മാനേജർ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ല, ഒരു സിസ്റ്റമാണ് അവിടെ ഡെവലപ്പ് ആകുന്നത്. എല്ലാ എനർജിയും കിഡ്സിനും റെസ്പോൺസിബിലിറ്റീസിനും വേണ്ടി പോയി കഴിയുമ്പോൾ പാർട്ട്ണറിന് അവിടെ സെക്കൻഡ് പ്രയോറിറ്റി ആയി പോകും. ഒരു സേഫ് ബാക്ക്ഗ്രൗണ്ട് പേഴ്സൺ, ഏർജൻസി ഇല്ല, എഫേർട്ടും കുറയും. ആളവിടെ തന്നെ ഉണ്ടല്ലോ, എങ്ങും പോകുന്നില്ലല്ലോ, അങ്ങനെ ഒരു ഫീല്. പക്ഷേ പരസ്പരം കെയർ ചെയ്യാനുള്ള എഫേർട്ട് കുറയുമ്പോൾ അവിടെ ഡിസ്റ്റൻസ് തനിയെ വളരും. ഇത് അമ്മമാരെ വളരെ ഡീപ്പായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് അവരാണ് ഏറ്റവും കൂടുതൽ കെയറും പ്രസൻസും ഇമോഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ. എന്നിട്ടും പലപ്പോഴും അവർ ഫിസിക്കലി ടുഗെദർ ആണെങ്കിൽ പോലും ഇമോഷണലി ഒറ്റയ്ക്കായി പോവാറുണ്ട്. അതൊരു പെയിൻഫുൾ ലോൺലിനെസ് ആണ്. കാരണം കൂടെയുള്ള പാർട്ട്ണറിന് പോലും തോന്നും നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന്, അവൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നുണ്ടല്ലോ എന്നേ അവർ കരുതുള്ളൂ. പക്ഷേ അത്ര സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡിനും സോഫ്റ്റ് കണക്ഷൻസ് അത്യാവശ്യമാണ്. അതാണ് ശരിക്കും ഒരു റിലേഷൻഷിപ്പിൻ്റെ കോർ. ഇവിടെ പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നീ മാറിപ്പോയി, നിനക്കിപ്പോൾ എന്നോട് സ്നേഹമില്ല, ഇങ്ങനെയൊക്കെ പരാതിപ്പെടാറുണ്ട്. സത്യത്തിൽ നമുക്ക് ശരിക്കും അറിയില്ല ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇങ്ങനെ പറയുന്നത് ഒരു കുറ്റപ്പെടുത്തലായിട്ട് തോന്നിയാൽ അവിടെ ഒരു സൈലൻസ് ഡെവലപ്പ് ആവും. അത് ചിലപ്പോൾ പതിയെ ഒരു ഡിസ്റ്റൻസായി മാറും. ശരിക്കും ഇതുകൊണ്ടൊന്നും പ്രോബ്ലം സോൾവ് ആകുന്നില്ല. കാരണം ഇവിടെ ഒരാളല്ല പ്രോബ്ലം, ഒരു പാറ്റേൺ ആണ്, സിറ്റുവേഷൻ കൊണ്ട് ഡെവലപ്പായ ഒരു പാറ്റേൺ. അതാണ് പ്രത്യേകിച്ച് വഴക്കൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അകന്നു പോകുന്നതിൻ്റെ കാരണം. ആക്ച്വലി ഇവിടെ വലിയ റിലേഷൻഷിപ്പ് അഡ്വൈസസിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെറിയ മാറ്റങ്ങൾ മതി. ഒരു ദിവസം ഒരു ചെറിയ ക്വസ്റ്റ്യൻ, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു, ഹാപ്പിയാണോ? സൊല്യൂഷൻസ് വേണ്ട, ഫിക്സും വേണ്ട, ജസ്റ്റ് ലിസൺ. അത് തന്നെ റിലേഷൻഷിപ്പിലൊരു വാംത്ത് കൊണ്ടുവരും, എൻഡ്ലെസ് ടു ഡു ലിസ്റ്റിൽ നിന്നൊരു റിലീഫ് തരും. ഇതൊരു ഹാർഡ് ഫേസാണ്, രണ്ടുപേരും ടയേർഡാണ്, അത് അക്സെപ്റ്റ് ചെയ്യണം. ബ്ലെയിം ചെയ്യാതെ, പ്രഷർ ചെയ്യാതെ. ഒരു നല്ല പേരൻ്റ് ആവാൻ നമ്മൾ നമ്മളെ തന്നെ മറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആക്ച്വലി ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഒരു 20 minutes സൈലൻസ്, വാക്കിംഗ്, പ്രേയർ, ബ്രീതിങ്, എനിത്തിങ് ദാറ്റ് ബ്രിങ്സ് യു ബാക്ക് ടു യുവർ സെൽഫ്, അത് ചൂസ് ചെയ്യണം. അതൊരു റിലീഫ് തരും. നല്ല പേരൻ്റ് ആവാൻ ശ്രമിക്കുന്നതിനിടയിൽ നല്ല പാർട്ട്ണർ ആവാൻ മറന്നു പോകരുത്. കുട്ടികൾക്കൊരിക്കലും പെർഫെക്റ്റ് പേരൻസിനെ അല്ല ആവശ്യം, ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള പേരൻസിനെയാണ്. കണക്റ്റഡ് ഹോംസ് ആണ്.
ഇതുപോലെ ഒരുപാട് സൈലൻറ്റ് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. പേരൻറ്റിങ്, റിലേഷൻഷിപ്പ്, സെൽഫ് ഇഷ്യൂസ്, അങ്ങനെ ആരും അധികം സംസാരിക്കാത്ത എന്നാൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെ നമ്മളിവിടെ സംസാരിക്കും. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈ സ്പേസ് സേഫായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലെറ്റ്സ് ബിൽഡ് കാം കണക്റ്റഡ് ഹോംസ് ടുഗെദർ. See you.